കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 20 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവർ, ഇന്ന് തിരുസഭയിൽ നമ്മളൊരു വിശുദ്ധനെ അനുസ്മരിക്കുന്നുണ്ട്, മൊളോക്കോയിലെ ഡാമിയൻ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. 20 വർഷക്കാലം കുഷ്ഠരോഗികളുടെ ആത്മീക ഉന്നമനത്തിനു വേണ്ടിയും അവർക്ക് ഒരു സപ്പോർട്ട് നൽകുന്നതിനു വേണ്ടിയും അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. ഒത്തിരി പേരെയൊന്നും ഇങ്ങനത്തെ മനസ്സ് വരുന്ന വ്യക്തികളെ നമ്മൾ ഈ ലോകത്ത് കണ്ടെന്ന് വരില്ല. പക്ഷെ തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ സുഖങ്ങൾ, തൻ്റെ സംരക്ഷണം ഇതെല്ലാം മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് വേദനിക്കുന്ന കുഷ്ഠരോഗികളായിട്ടുള്ള സഭയിൽ, സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരായിട്ടുള്ള അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കാൻ തയ്യാറായി. 20 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞാനും നിങ്ങളോടൊപ്പമാണ്, ഞാനും നിങ്ങളിൽ ഒരാളായി മാറിയിരിക്കുന്നു. എന്നാൽ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിയായി മാറിയിരിക്കുന്നു. ഈ ഭൂമിയിൽ അങ്ങനെ സഹനം സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഡാമിയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിന് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം, നീ സംസാരിക്കാതിരിക്കരുത്. നീ മനുഷ്യരെ പേടിച്ച് സംസാരിക്കാതിരിക്കരുത്, നീ സംസാരിക്കണം. നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മിണ്ടാതിരിക്കേണ്ട സമയങ്ങളുണ്ട്, മിണ്ടേണ്ട സമയങ്ങളുണ്ട്. ഇത് രണ്ടും നമ്മെ മാറിപ്പോകരുത്. മിണ്ടാതിരിക്കേണ്ട സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കണം. നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 5:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ലേ, നീ വാതുറക്കരുത്. ഇന്ന് നമ്മുടെയൊക്കെ കുഴപ്പം, ഊഹിച്ച് നമ്മൾ സംസാരിക്കും. ആരെങ്കിലും പറഞ്ഞു കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറയും അതാണ് സത്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പിച്ച് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ. എന്നാൽ നമ്മൾ മിണ്ടേണ്ട സാഹചര്യങ്ങൾ, സത്യം സ്ഥാപിക്കേണ്ട സാഹചര്യങ്ങൾ, നീതി സ്ഥാപിക്കേണ്ട സാഹചര്യങ്ങൾ, അവിടെ ഞാൻ മിണ്ടിയാലേ അത് സാധിക്കുള്ളൂ എന്നെനിക്കറിയാമെങ്കിലും ഞാൻ മിണ്ടത്തില്ല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ എനിക്ക് എതിർപ്പുണ്ടാവും, തെറ്റായ അല്ലെങ്കിൽ എൻ്റെ പേര് മോശമാകും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് മിണ്ടേണ്ടടുത്ത് മിണ്ടാതിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. മാത്രമല്ല, ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണമെങ്കിൽ മനുഷ്യരുടെ സപ്പോർട്ട് നോക്കി പോകാം, വേണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സപ്പോർട്ട് നോക്കി നമുക്ക് പോകാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് 2 തീമോത്തി 4 അധ്യായത്തിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ അവിടെ പൗലോസിലേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചില കാര്യങ്ങളായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ ഒരു മനുഷ്യനും എന്നെ അംഗീകരിച്ചില്ല. ഒരു മനുഷ്യനും. നമ്മുടെ ഇന്നത്തെ ആദ്യ വായനയിൽ കണ്ടൊരു കാര്യമാണ്, ഈ കർത്താവിന് വേണ്ടി നിലകൊണ്ട വ്യക്തികൾക്കെതിരായിട്ട് ജനക്കൂട്ടം മുമ്പോട്ട് വരുന്നത്. പറയുന്നുണ്ട്, വീട്ടിലുള്ളവർ മാത്രമല്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്നെ മനസ്സിലാക്കാതെ എനിക്കെതിരെ സംസാരിച്ചേക്കാം. പക്ഷേ പൗലോസ് പറയാണ്, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കർത്താവ് എന്നെ മനസ്സിലാക്കി, കർത്താവ് എന്നെ അംഗീകരിച്ചു. നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് തീർന്നു. അതല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മളെ
പൊക്കിപ്പിടിച്ച് നടന്നവർ ഇന്നിപ്പം നമ്മളെ താഴേക്ക് ഇട്ടിട്ട് അവർ നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുകയായിരിക്കാം. അതൊക്കെയാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നവരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടാവുന്നത്. പറയുകൊണ്ട് തന്നെ അതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടെ ബലം പകരുന്ന, ശാശ്വതമായിട്ടുള്ള സന്തോഷം തരുന്ന, സമാധാനം തരുന്ന ഒന്നാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് നാം തിരിച്ചറിയണം. അതാണ് ജെറമിയായുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക, മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്, പക്ഷെ കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. ഒരാറ്റ് തീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് അതിന് വേനൽക്കാലത്തെ ഭയപ്പെടേണ്ടതില്ല. അതാണ് 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനവും 7-ാമത്തെ വചനവും വായിക്കുമ്പോൾ ജെറമിയായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കണം. നമുക്ക് വേണ്ടത് മനുഷ്യരുടെ സപ്പോർട്ടാണോ? നമ്മൾ നോക്കുന്നത് മനുഷ്യപ്രീതിയാണോ അതോ ദൈവപ്രീതിയാണോ? ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ആ സപ്പോർട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, നമുക്ക് എത്ര അടുപ്പമുള്ള ഒരു വ്യക്തിയാണെങ്കിലും, എത്ര നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന വ്യക്തിയാണെങ്കിലും, നമുക്കൊരു സർജറി വന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ അവരെയും കൂടി എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യമാണോ? ഒരു കാരണവശാലും നടന്നെന്ന് വരില്ല. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ കർത്താവിന് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റും. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായ എത്രയോ സംഭവങ്ങൾ. ദൈവം അവരുടെ കൂടെ നിന്ന് സർജറിക്ക് മുമ്പും മുമ്പും ഒക്കെ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ച വ്യക്തികൾ, അവർക്കൊക്കെ അതുമൂലം കിട്ടിയത് ശാന്തത, സമാധാനം, അതുപോലെ തന്നെ സൗഖ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രാപിക്കാൻ സാധിച്ചു. അപ്പം അതുകൊണ്ടാണ് മനുഷ്യരുടെ സഹായത്തെക്കാൾ ദൈവത്തിൻ്റെ സഹായം നമുക്ക് വേണം. മനുഷ്യപ്രീതിയേക്കാൾ ദൈവപ്രീതി നോക്കി നമുക്ക് പോകാൻ സാധിക്കണം എന്നുള്ളത് കർത്താവ് ദൈവമക്കളായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ ഈ ഹ്രസ്വദൃഷ്ടികളായിട്ട് ഇപ്പോഴത്തെ ഒരു സംഭവം അത് മാത്രം കണ്ട് അതിനകത്ത് മുഴുകിയിരുന്ന് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കൊരു രോഗാവസ്ഥയുണ്ട്, രാവും പകലും ഇതേക്കുറിച്ചുള്ള ചിന്ത മാത്രം. ഇനി അങ്ങനെ ആ രോഗത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് അവസാനം ഡിപ്രഷനാകുന്ന, വേണമെങ്കിൽ ആത്മഹത്യയിലേക്ക് അതവരെ തള്ളിവിടുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടെന്ന് വരും. ഇന്നത്തെ സുവിശേഷ ഭാഗം സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ ആശുപത്രിയിലൊക്കെ പ്രസവ വാർഡിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അകത്തുനിന്ന് കരച്ചിൽ കേൾക്കാം, പുറത്തെ കാലുബന്ധ നായെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന അവരുടെ ജീവിത പങ്കാളിയും കണ്ടെന്ന് വരും. എന്താ? പ്രസവ സമയം അടുത്തപ്പോൾ അതുമൂലം കരയുന്നവർ, അല്ലെ പ്രസവ വേദന മൂലം വിലപിക്കുന്നവർ. പക്ഷെ ഒരു കൊച്ചിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും കരച്ചിലും നിന്ന് എല്ലാം നിന്ന്, അയ്യോ അത് എന്നാ വേദനയായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ അതും ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, വീണ്ടും ഈ വേദന അനുഭവിച്ച സ്ത്രീകൾ വീണ്ടും പ്രസവിക്കുന്നു, അതിന് തയ്യാറാകുന്നു. കാരണം ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും, ഒരു പുതുജീവൻ ഉണ്ടായത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വേദനകളെല്ലാം നമ്മൾ മറക്കും. പറയുണ്ട്, ഇന്ന് ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകരുത്. വരാനിരിക്കുന്ന കാര്യം കൂടി നമുക്കവിടെ വിശ്വാസി എന്ന നിലയ്ക്ക്, പ്രത്യാശയുള്ള വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കതിനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് റോമ 8:18 പറഞ്ഞിട്ടുണ്ട്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസാരമാണ്. പറയുണ്ട്, ഇന്നത്തെ എൻ്റെ സഹനം കാലാകാലം എൻ്റെ കൂടപ്പുറപ്പായിട്ട് കാണും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ എൻ്റെ വേദന അടുത്ത നിമിഷം ദൈവത്തിന് വേണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, അതേക്കുറിച്ച് ചിന്തയുള്ളവരായി മാറണം നമ്മൾ ഓരോരുത്തരും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായി മാറുന്നത് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. മാത്രമല്ല, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് വെളിപ്പെടാനിരിക്കുന്ന അവിടം വരെ പോകേണ്ട കാര്യമില്ല. സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർക്കതിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. ഇനി അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതാണ് അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. 50 മുതൽ സഹനത്തിൻ്റെ നടുവിലായിരുന്ന ശിഷ്യന്മാരെ നമ്മളവിടെ കാണുന്നുണ്ട്. അവർ
നിരാശപ്പെട്ടിരിക്കുന്നതോ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതോ ഒന്നുമല്ല നമ്മളവിടെ കാണുക. അവർ ആനന്ദിക്കുന്നവരായിട്ട് നമ്മൾ കാണുന്നു. സഹനത്തിൻ്റെ നടുവിൽ ആനന്ദിക്കുന്നവരായിട്ട് നമ്മൾ കാണുന്നു. അതിൻ്റെ കാരണമാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. 19-ാം തീയതി നമുക്കറിയാം പന്തക്കുസ്ത തിരുനാൾ. അതിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 9 ദിവസമാണ് ഇനി നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുവാനായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങി ആ പന്തക്കുസ്ത ദിനം അത് അർത്ഥവത്തായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും ആനന്ദം വെടിയാതെ, സന്തോഷം പോകാതെ, സമാധാനം നഷ്ടമാകാതെ ദൈവമക്കളായിട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.